അപ്പം നമ്മൾ ഗണപതി സ്തുതി എടുത്തു, ഒരു കുറത്തിപ്പാട്ട് എടുത്തു. ഇനി ഒരു വഞ്ചിപ്പാട്ടിലേക്ക് കിടക്കാം. ഓണക്കാലമൊക്കെ ആണല്ലോ വരുന്നത്. അപ്പം നമുക്ക് ഓണത്തിനെ പറ്റി, സദ്യയെ പറ്റിയിട്ടുള്ളൊരു വഞ്ചിപ്പാട്ടുണ്ട്. കുറേ പേർക്കൊക്കെ അറിയുന്നതാണത്. അത് സിമ്പിൾ സ്റ്റെപ്പുകളാണ്. അത് വെച്ചൊന്ന് കളിച്ചു നോക്കാം. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് 1 2 3 4 1 2 3. ഈ സ്ലോ കളിക്കുമ്പോൾ നമ്മൾ 1നും 3നും താഴണം. ഒന്നുകൂടി 1 2 3 4 1 2 3 4. സ്പീഡിലാണ് കളിക്കണമെങ്കിൽ നമ്മൾ 1 മാത്രമേ താഴുള്ളൂ. അതോടെ ഒന്ന് കാണിക്കാം. 1 2 3 4 1 2 3. കണ്ടോ, 3 നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടാണ് നിൽക്കുക. അപ്പോൾ ഇത് 2 തരത്തിൽ കളിക്കാം. ഒന്ന് സ്ലോയിൽ കളിച്ച് അതേ സ്റ്റെപ്പ് തന്നെ നമുക്ക് പുറത്തേക്കും ഇങ്ങനെ എടുത്തിട്ട് കളിക്കാൻ പറ്റും. നമുക്ക് 2 തരത്തിലും കാണിച്ചു കൊടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ 2 എണ്ണം ഇവിടെ സ്ലോ കളിച്ചാൽ അതേ സ്റ്റെപ്പ് പുറത്തേക്ക് കളിക്കും. പിന്നെ 2 എണ്ണം ഇവിടെ സ്ലോ കളിച്ചാൽ ഇവിടെ 2 സ്പീഡും കളിക്കും, പുറത്തേക്ക് 2 സ്പീഡും കളിക്കും. അത് വരെ ഒന്ന് കളിച്ച് കാണിച്ചു കൊടുക്കാം. 3 സ്റ്റാർട്ട്. 1 2 3 4 1 2 3 4. ഇനി തിരിഞ്ഞിട്ട് 1 2 3 4 1 2 3 4. ഇതാണ് ഒരു സ്റ്റെപ്പ്. ഇനി ഇത് സ്പീഡിൽ പറ്റുന്നവർ ചെയ്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ സ്ലോയിൽ കളിച്ച് ആദ്യമായിട്ട് കളിക്കുന്നവരൊക്കെ ആണെന്ന് വെച്ചാൽ സ്ലോ സ്റ്റെപ്പ് മാത്രം എടുത്ത് പോയാൽ മതി. എന്തായാലും കാണിച്ചു തരാം, സ്പീഡ് മാത്രം കേട്ടോ. 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. ഇതും വേണമെങ്കിൽ എടുക്കാം, ഇഷ്ടമുള്ള സ്റ്റെപ്പ് നമുക്ക് എടുക്കാം. ഇനി അടുത്തത് നമ്മൾ പെയറായിട്ടായിരിക്കും. അപ്പോൾ 2 പേര് പെയറായിട്ട് നിൽക്കുകയാണെങ്കിൽ എടുക്കുമ്പോൾ ഇത് കൊട്ടി താഴ്ന്ന് കാല് നേരെ ക്രോസ് ചെയ്തിട്ട് മറ്റേ ആളുടെ അങ്ങനെ വെക്കും. വീണ്ടും ഒന്ന് കാണിച്ചു തരാം. 1 2. ഈ വെച്ച കാല് തന്നെ വീണ്ടും പുറകിലേക്ക് വെക്കും. ഇത്രയും വെച്ചു. ഇപ്പം നമ്മൾ കൊട്ടിയപ്പോഴല്ലേ താഴ്ന്നേ, ഇനി നമ്മൾ കൊട്ടുമ്പോഴല്ല താഴെ, പുറകിൽ കുത്തുമ്പോൾ. അതായത് 1 കണ്ട 2 3 4. ഇതേ സ്ഥലത്തേക്ക് എത്തണം. ആ കുട്ടി എവിടെയായിരുന്നോ അവിടെ മറ്റേ ആളെത്തും. ഇനി ഇതേ സ്റ്റെപ്പ് തന്നെ ഒന്നുകൂടെ വെച്ചിട്ട് പോകും അവിടുന്ന്. 1 2 3 4 5. ഇതൊന്ന് ശ്രദ്ധിക്കണം. ഈ എടുക്കുമ്പോൾ 4 പേര് വട്ടത്തിന് ഉള്ളിലും 4 പേര് പുറത്തുമായിരിക്കും. അടുത്ത സ്റ്റെപ്പ് വയ്ക്കുമ്പോഴേക്കും നമ്മുടെ സ്ഥലത്തേക്ക് തന്നെ എത്തണം. അടുത്ത സ്റ്റെപ്പ് എടുത്തോ. 1. ഇതാണ് സംഭവം. അപ്പം നമ്മൾ നമ്മുടെ സ്ഥലത്തേക്ക് തന്നെ എത്തി. ഇതാണ് സെക്കൻഡ് സ്റ്റെപ്പ് പെയറായിട്ട്. ഇനി തേർഡ് നമ്മൾ വീണ്ടും പെയറല്ലാതെ ഈ സാധാരണ കൊട്ടി കളിക്കുന്ന സ്റ്റെപ്പ് ഉണ്ടല്ലോ, അതെടുക്കും. 1 2 3. 2 കൊട്ട് കൊട്ടാം. 1 2 3 4. ഈ പാട്ടിൽ ഈ വരി നമ്മൾ റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ താളമൊന്ന് മുറുകും. 1 2 1 2 3 1 2 1 2 3. ഇനി അടുത്ത വരി. സാധാരണ വഞ്ചിപ്പാട്ട് 1ാം കാലം 2ാം കാലം അങ്ങനെ മാറി മാറിയിട്ടാണ് കളിക്കുക. അത് കുറേ കളിച്ചെത്തുന്നവർക്കൊക്കെ പറ്റുള്ളൂ. ഇപ്പം നമ്മൾ ഇതിൻ്റെ തന്നെ സ്ലോ സ്റ്റെപ്പിൽ അടുത്ത വരി കളിക്കാം. 1 2 3 4 1 2. ഇങ്ങനെ എടുക്കാം. അല്ലെങ്കിൽ എന്തായാലും സ്പീഡ് സ്റ്റെപ്പ് ഞാൻ കളിച്ച് കാണിച്ചു തരാം. നമ്മൾ 1ഉം 2ഉം ഇവിടെ തന്നെ നിന്ന് കളിക്കും. 3ാമത്തെ സ്റ്റെപ്പ് ഇങ്ങനെ നീങ്ങി പോയിട്ട് എടുക്കും. 4 വട്ടത്തിൻ്റെ ഉള്ളിലേക്ക് കാല് വെച്ചിട്ടും കളിക്കും. അതാണ് അതിൻ്റെ ആ സ്റ്റെപ്പ്. അപ്പോൾ കാണിച്ചു തരാം. 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. മനസ്സിലായി ഉണ്ടാവും എന്ന് വിചാരിക്കാം. ഇനി അടുത്തത് വീണ്ടും പെയറായിട്ട് ഒന്നട വിട്ടിട്ട് ഇങ്ങനെ പെയറാക്കാം. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് നിങ്ങൾ 1 2 3 4. ഈ സ്റ്റെപ്പും നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട്. തെച്ചി മന്ദാരത്തിലുണ്ട്, കുറത്തിപ്പാട്ടിലുണ്ട്, ഒക്കെ ഉണ്ട്. അതായത് അടിക്കുമ്പോൾ ഈ കാല് ഫ്രണ്ടിലേക്ക് വെക്കണം. ഇതൊക്കെ പഠിപ്പിച്ചതാണ്. 3 4. ഇതും അതുപോലെ തന്നെ വെച്ചു. ഇനി 3ാമത്തെ സ്റ്റെപ്പ് അടിച്ചു കഴിഞ്ഞ് നടന്ന് അപ്പുറത്തെ പേരിൻ്റെ അടുത്തേക്ക് പോകണം. എടുക്കാം. 1 2 3 4. പിന്നെ ആ പേരിൻ്റെ അടുത്ത് നിന്നിട്ട് അടുത്തത് കളിക്കും. നീ അവിടെ പെയറായിട്ട് നിന്ന് കൊടുക്കണേ. അടിച്ച് വരുമ്പോൾ ഒന്നുകൂടെ കാണിച്ചു തരാം. 1 2 3 4 1
2 3 4 1 2 3 4 1 2 3 4 ഇത്രയും വരെയാണ് മൂന്നാമത് വരുന്ന സ്റ്റെപ്പ്. ഇതുവരെ ഒന്ന് പാട്ടിൻ്റെ ഒപ്പം കളിച്ചു നോക്കാം. എങ്കിലുമെൻ പങ്കജാക്ഷി ശങ്കിയാതെ പറഞ്ഞാലും കെങ്കേമമാണോണ സത്യക്കെന്തെല്ലാം ഘോഷം തതൈത അത്തത്തിന്നാൾ മത്തൻ കൊണ്ടേരി ശരിയുമോലൻ പിന്നെ പുത്തനരിച്ചോറും നല്ല പുളിശ്ശേരിയും തതൈത പച്ചപ്പയർ കൊണ്ടു നല്ല മെഴുക്കു പുരട്ടിയും പച്ചപ്പയർ കൊണ്ടു നല്ല മെഴുക്കു പുരട്ടിയും പച്ചടിയും കിച്ചടിയും പരിപ്പും നെയ്യും തതൈത കാളനോല നേരിശ്ശേരി അവിയലും പൊരിയലും കേളമോടെ മലയാള കറികൾ നാലും. ഇപ്പോൾ കളിച്ച ഈ ഓണപ്പാട്ടുകൾ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി പോർഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.